ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ കുറേ ദിവസമായി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് വരാഞ്ഞത്. അപ്പോൾ ഇന്ന് വന്നത് ഒരു ഭയങ്കര ദുഃഖമുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അറിയുന്ന ഒരു അഭിഭാഷക 2 മക്കളുമായിട്ട് വെള്ളത്തിൽ ചാടി മരിച്ചു. നിങ്ങൾ പത്രത്തിൽ ഇന്ന് കണ്ടു കാണും. ഒരു അഡ്വക്കേറ്റാണ്, ഹൈക്കോടതി അഡ്വക്കേറ്റ്. ഏറ്റവും താഴേക്കിടയിലുള്ളവർ തൊട്ട് മുകളിൽ ഉന്നത വിദ്യാഭ്യാസവും പൊസിഷനും ഉള്ളവർ വരെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യച്യുതിയും ബന്ധങ്ങളുടെ ആഴമില്ലായ്മയും ആയിരിക്കും അതിൻ്റെ പ്രധാന കാരണം. ഓരോ ആത്മഹത്യകളും ഓരോ സ്ത്രീകളും ചെയ്യുമ്പോൾ സ്ത്രീ ഇത്രയ്ക്കേ ഉള്ളെന്നുള്ള രീതിയിൽ അവർ അബലകളും ചപലകളുമാണ്. പിന്നെ അല്ലെങ്കിൽ അവർക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകൾ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് സഹോദരിമാരെ, ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. മക്കളെയൊക്കെ വളർത്താനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആരെയും തോൽപ്പിക്കാനോ അവരുടെ സ്നേഹത്തിന് വേണ്ടിയോ കാരുണ്യത്തിന് വേണ്ടിയോ ഒന്നും അവരുടെ അടുത്തുള്ള ഇൻറ്റിമസി ഉണ്ടോ, മീൻസ് നമ്മുടെ ഭർത്താവിൻ്റെ അല്ലേ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്നേഹത്തിന് വേണ്ടിയൊന്നും അവരുടെ മുന്നിൽ ജീവൻ ത്യജിക്കാനുള്ളതല്ല ഓരോ വ്യക്തികളുടെയും ജീവിതം. ഓരോ സ്ത്രീകളുടെയും കല്യാണം കഴിച്ച ഭർത്താവ് അങ്ങനെ ചെയ്ത് ഭർത്താവ് വീട്ടുകാരിങ്ങനെ ചെയ്തെന്നും പറഞ്ഞിട്ട് കൊല്ലപ്പെടാനോ ആത്മഹത്യ ചെയ്യാനോ ഒന്നുമുള്ള ആളുകളല്ല സ്ത്രീകൾ. പുരുഷന്മാരും ഉണ്ട് ഇതേ കണക്ക് സ്ത്രീകളുടെ സ്നേഹമില്ലായ്മ കൊണ്ടും ഭാര്യയുടെ സ്നേഹമില്ലായ്മ കൊണ്ടെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. ആ ഒരു സാധനം മാത്രം കാശ് കൊടുത്താൽ കിട്ടത്തില്ല. സോ നമ്മൾ കുറച്ചും കൂടെയൊക്കെ മനസ്സുകൊണ്ട് ശക്തരാവേണ്ട സമയം കടന്നു. ഒരു ദുർബല നിമിഷത്തിൽ നമുക്ക് ആരുമില്ലെന്ന് തോന്നുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആരെയെങ്കിലും വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരുമെന്നുള്ളൊരു ചിന്തയിൽ സ്വന്തം കുഞ്ഞുങ്ങളെയും കൂടെ എടുത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടി 2-3 വർഷമായി കുഞ്ഞുങ്ങളെയും കൊന്ന് ആത്മഹത്യ ചെയ്തു. വളരെ ശാന്തയായ സൗമ്യയായ ഒരു പെൺകൊച്ചായിരുന്നു. കൊച്ചുങ്ങളെ കൊന്നത് കാരണം കേസ് പോലും അവർക്ക് അനുകൂലമായില്ല. അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ. കുഞ്ഞുങ്ങളെ അങ്ങ് കൊല്ലും. കുഞ്ഞുങ്ങളെ കൊല്ലുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഒരു തള്ളമാരും അവരുടെ കുഞ്ഞുങ്ങളെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നിന്ന് യാചിച്ച് ജീവിക്കുന്നതും കരുണ നേടാൻ പോകുന്നതും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവർ കൊല്ലുന്നതാണ്. പക്ഷേ അങ്ങനെ ആ കൊല്ലുന്ന ധൈര്യം ജീവിക്കാനൊന്ന് കാണിച്ചാൽ അവർ വിജയിക്കും. എത്ര പെൺപിള്ളേരാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പോയിട്ട് എൻ്റെ കണ്ണി കാണുന്ന ഏത് സ്ത്രീകൾ അതിനകത്ത് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടോ നല്ലത്, കുക്കിംഗ് ചാനൽ, ഫ്ലവേഴ്സിനെ വളർത്തുന്നത്, അങ്ങനെയുള്ള ഒരുപാടുണ്ട്, ഡ്രസ്സ് വിൽക്കുന്ന ഈ ചാനലുകളിൽ എല്ലാം ഞാൻ പോയി കുഞ്ഞു കുട്ടി സഹിതം ആരെന്നില്ലാതെ എൻ്റെ കണ്ണി കാണുന്ന സർവ്വ ചാനലുകളും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. അവരിൽ ചിലരൊക്കെ എന്നെ തിരിച്ചു വന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ ചോദിക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന്. അപ്പോൾ അങ്ങനെ വരെ അതിനകത്ത് നിന്ന് വരുമാനം കിട്ടും. അങ്ങനെയും ജീവിക്കാൻ പറ്റും. ആഹാരം വെക്കാൻ അറിയാവുന്ന ഒരു ആഹാരം വെച്ച് 10 പൊതി വിറ്റ് കഴിഞ്ഞാൽ പരിസരത്തൊക്കെ കാണുമല്ലോ ആഹാരം വെക്കാൻ പറ്റാത്തവർ, ജോലിക്ക് പോകുന്നവർ. അവർക്ക് കൊടുത്തെന്നും പറഞ്ഞ് നമുക്ക് നാണക്കേടൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം എക്സ്ട്രാ അതിനകത്തൊരു മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ പപ്പടവും ഒക്കെ വെച്ച് പൊതിഞ്ഞു കൊടുത്ത് ജീവിക്കുന്നവരെ എനിക്കറിയാം. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും അവർ പൊതികെട്ടി ചോറ് പൊതിയുമ്പം ഒരു 10 പൊതി അടുത്തുള്ള ഫ്ലാറ്റുകളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ മേടിക്കും. വിദേശത്ത് ഗൾഫിലൊക്കെ അങ്ങനെ ഉണ്ട്.
വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ വരെ ജീവിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. പിന്നെ വിധിയെത്തെടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുറച്ചൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. അതാണ് വേണ്ടത്. വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരു സുരക്ഷിതത്വ ബോധമോ ഒന്നുമില്ല ആർക്കും. അങ്ങനെ ആർക്കും ഒന്നും ചിന്തിച്ച് ഇങ്ങനെയുള്ള ബാക്കിയുള്ള കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ അവരെ സ്നേഹിക്കും. വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും സ്നേഹിച്ചില്ലെങ്കിലും സുഹൃത്തുക്കൾ ഒരിക്കലും കളയത്തില്ല. അവരെടുത്ത് പറയുന്നത് എൻ്റെ ഫാമിലി പ്രശ്നം പറയുമ്പോൾ നാണക്കേടായിരിക്കുമെന്ന് ചിന്തിക്കരുത്. വളരെ ദുഃഖമുണ്ട്. ഒരുപാട് കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഏറ്റവും അറിയാവുന്നവർ ചെയ്യുമ്പോഴാണ് നമ്മളെ ഹൃദയത്തിൽ അത് കൊള്ളുന്നത്. ആർക്കും ഒരു സഹോദരിമാർക്കും ഇങ്ങനൊന്നും സംഭവിക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഇടവരുത്താതിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു.